Dear students, today I want to discuss the Neet previous year questions of mechanical properties of fluids. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്ന് 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2020 ക്വസ്റ്റ്യൻസ് സർഫസ് ടെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. പ്രഷറും ഡെൻസിറ്റിയുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. In a U-tube, as shown in figure, water and oil are in the left and right side of the tube respectively. So here it is water, here it is oil. The height from the bottom for water and oil columns are 15 centimeter and 20 centimeter respectively. The density of the oil is. So ഇവിടെ മിഡിലിൽ നിന്ന് എക്സാക്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാം, സേ ദ പോയിന്റ് എ ആൻഡ് ദ പോയിന്റ് ബി, they are with the same pressure. So ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളത്തിനോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ അറ്റ് ദ പോയിന്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ദ പോയിന്റ് ബി എന്ന് നമ്മൾ പറയുമ്പോൾ അറ്റ് ദ പോയിന്റ് എയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോടൊപ്പം പ്രഷർ ഡ്യൂ ടു ദ വാട്ടർ കോളം നമുക്ക് ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു ജി ആയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ ഓയിലുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോടൊപ്പം തന്നെ ഓയിലിൻ്റെ ഹൈറ്റ് ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇൻറ്റു ജി, നമുക്ക് P0 ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ HW rho W G is equal to into G, G cancel. So from this നമുക്ക് density of that oil equal to HW, the density of water by density of oil. So that is equal to, അപ്പോൾ ഇവിടെ the height is given as is equal to, so here that is division by HO. HW is given as a 15 centimeter by that height of oil, it is given as is equal to 0.2 into the density of water in kilogram per meter cube. We know 10 cube. On solving we get the value as 750 kilogram per meter cube. We can take C as the answer for the question. We can move with the question number 2. U-tube with both ends open to the atmosphere is partially filled with water. Oil, which is immiscible with water, is poured into one side until it stands at a distance 10 mm above the water level on the other side. Meanwhile, the water rises by 65 millimeter from its original level. The density of the oil. So, density of the oil ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ യൂട്യൂബിലെ വാട്ടർ മാത്രമായിരുന്നു. ദിസ് ഈസ് ദ ലെവൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഓയിൽ നമ്മൾ ഒഴിച്ചു. അപ്പോൾ ഓയിൽ ഒഴിച്ചപ്പോഴത്തേക്കും വാട്ടറിൻ്റെ ഹൈറ്റ് നമ്മൾ മുകളിലോട്ടായി. പക്ഷേ അത് എൻഡ് ചെയ്തു ഒരു 10 mm വ്യത്യാസത്തിൽ. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലെവൽ എടുത്താൽ അത് ഒരേ ലിക്വിഡിലാണെങ്കിൽ, സോ ഇവിടുത്തെ പോയിന്റിൽ ഒരേ പ്രഷർ എന്നല്ലേ എന്ന് പറയുമ്പോൾ പ്രഷർ അറ്റ് ദ പോയിന്റ് ബിയും പ്രഷർ അറ്റ് ദ പോയിന്റ് സിയും സെയിം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ബിയുടെ പ്രഷറിന് റെസ്പോൺസിബിൾ ആരൊക്കെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുണ്ട്,
ഇൻ അഡീഷൻ ടു ദാറ്റ് ഓയിലിൻ്റെ ഹൈറ്റാണ് അല്ലേ. സോ ആ ഓയിലിൻ്റെ ഹൈറ്റ്, സോ height of the oil, the density of the oil into G, it should be equal to, at the point C വരുമ്പോൾ നമുക്ക് വാട്ടർ ലെവലല്ലേ ഉള്ളൂ. സോ എച്ച് അതോടൊപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സോ എച്ച് ഡബ്ല്യു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ ടു ജി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അവിടെയും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആയതുകൊണ്ട് നമുക്കത് കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഓയിൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇത് മുതൽ ഇതുവരെ എന്ന് പറയുമ്പോൾ 65 mm, 65 mm ആൻഡ് 10 mm ടുഗദർ. യെസ്, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 65 + 65. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റി ഓഫ് ദി ഓയിലാണ്. സോ ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് HW by HO into the density of water. So that is equal to, what is the height of the water here? 65 plus 65, that is 130 mm by that height of that oil, that is 140, that match into 10 cube. On solving, we get the value 928 kilogram per meter cube. So that is the concept. So we can move into the question number 3. Two non-mixing liquids of densities rho and n rho, here n is greater than 1, are put in a container. സോ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, രണ്ട് ഡെൻസിറ്റിയുള്ള നോൺ മിക്സിങ് ലിക്വിഡ്സ്, ഇമ്മിസിബിൾ ലിക്വിഡ്സ് നമ്മൾ പോർ ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ആയിരിക്കും ബോട്ടത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത് എൻ റോ ഡെൻസിറ്റി ഉള്ളതും ഇത് റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാണെന്ന് ഓർക്കുക. അപ്പം രണ്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആയിട്ടാണ് പറഞ്ഞിരിക്കുക. എ സോളിഡ് സിലിണ്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ഡെൻസിറ്റി D ഈസ് പുട്ട് ഇൻ ദിസ് കണ്ടെയ്നർ. അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ നമ്മൾ പുട്ട് ചെയ്യുകയാണ്. ബട്ട് അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കണ്ടീഷൻ, ദ സിലിണ്ടർ ഫ്ലോട്ട്സ് വിത്ത് ഇറ്റ്സ് ആക്സിസ് വെർട്ടിക്കൽ ആൻഡ് ലെങ്ത് PL ഇൻ ദ ഡെൻസർ ലിക്വിഡ്. അപ്പോൾ PL ലെങ്ത് എന്ന് പറയുന്നത് P is greater than less than 1 എന്നാണ് പറയുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് ഈസ് L ഫോർ ദ സിലിണ്ടർ. അതിൽ PL ലെങ്ത് ആണ് ബോട്ടത്തിൽ എന്നുള്ളത് ഇൻ ദ ഡെൻസർ ലിക്വിഡ്, ദാറ്റ് ഈസ് എൻ റോ ഡെൻസിറ്റി ഉള്ളത്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി D എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ട് ദറ്റ് സിലിണ്ടർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം ചിന്തിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം. എന്താണ് ഫ്ലോട്ടിംഗ് കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്? സോ ദാറ്റ് ഈസ് ദ നത്തിങ് ബട്ട് ദ വെയ്റ്റ് ഈസ് ബാലൻസ്ഡ് വിത്ത് അത്രസ്റ്റ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പം നമ്മുടെ ഫ്ലോട്ട് ചെയ്യുന്ന സിലിണ്ടർ ബോഡിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദ സിലിണ്ടർ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു അത്രസ്റ്റ് ഗിവൺ ബൈ, ഇവിടെ രണ്ട് ലിക്വിഡിനാലാണ് ഇത് മൂടപ്പെട്ടിരിക്കുന്നത് അല്ലേ. സോ നമുക്കറിയാം അത്രസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ വോളിയം ഇൻസൈഡ് ഇൻറ്റു ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു G എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ രണ്ട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടി വരും അല്ലേ. യെസ്, സോ ദാറ്റ് ഈസ് ദ അപ്ത്രസ്റ്റ് ഡ്യൂ ടു n ഡെൻസിറ്റി, n റോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് പ്ലസ് അപ്ത്രസ്റ്റ് ഡ്യൂ ടു റോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. അപ്പം വെയ്റ്റ് ഓഫ് ദ സിലിണ്ടർ, നമുക്ക് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ഒരു തരത്തിലേക്ക് മാറ്റിയാൽ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിട്ട് എടുക്കാം അല്ലേ. സോ A ആണ് അവൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. സോ വോളിയമായി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡെൻസിറ്റി ആയി, അപ്പം മാസ്സായി ദാറ്റ് മച്ച് ഇൻറ്റു G ഈക്വൽ ടു എന്താണ് അപ്ത്രസ്റ്റ് ഡ്യൂ ടു എൻ റോ ലിക്വിഡ്.
അപ്പം അവിടെ വോളിയം ഇൻസൈഡ് ആണ് അല്ലേ. അപ്പോൾ വോളിയം ഇൻസൈഡ് എന്താ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഡെൻസർ ലിക്വിഡിൽ എ ആണ് അവൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എങ്കിൽ പി എൽ ആണ് ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എടുക്കാം? എ ഇൻറ്റു പി എൽ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എൻ റോ ആണ് അല്ലേ, ഇൻറ്റു ജി പ്ലസ് അടുത്ത് അപ്പർ പാർട്ട് ഇരിക്കുന്നത് റോ ഡെൻസിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? സിമ്പിളായി, അവിടുത്തെ ഏരിയ എന്താണ്? എ ആണ്. ഇനി അവിടെ നമ്മൾ ഓർമ്മയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് പി എൽ ഇപ്പോൾ ടോട്ടലായിട്ടുള്ള ലെങ്ത് എൽ ആണ്, അതിൽ നിന്ന് പി എൽ കുറച്ചിട്ടുള്ള ലെങ്ത് ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആകും. അപ്പം എൽ ഇൻറ്റു 1 - പി എന്ന് നമുക്ക് അവിടെ കൊടുക്കാം അല്ലേ, അവിടുത്തെ ലെങ്ത്. സോ എൽ ഇൻറ്റു 1 - പി ഇൻറ്റു റോ ഇൻറ്റു ജി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെയിം ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് കളഞ്ഞാൽ അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എ ജി ആണ്. യെസ്, അതോടൊപ്പം നമുക്ക് എല്ലിനെ നമുക്ക് കളയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഓർക്കണം ഇറ്റ് ഈസ് പി ആണ്, എൻ റോ പ്ലസ്, സോ ഹിയർ ദാറ്റ് ഈസ് 1 - പി ഇൻറ്റു റോ ആണ്. സോ നമുക്കൊന്ന് ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ ദാറ്റ് ഈസ് പി എൻ റോ പ്ലസ് അതിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ റോ മൈനസ് പി റോ എന്നെടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത് നമുക്ക് പി റോ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എൻ -1 പ്ലസ് റോ. സോ ഡെൻസിറ്റി കോമൺ ആയിട്ട് എടുത്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 1 + പി ഇൻറ്റു എൻ -1. സോ ദ ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ ഇസ് ഈക്വൽ ടു വി ഗെറ്റ് ആസ് 1 + പി ഇൻറ്റു എൻ -1 ഇൻറ്റു റോ. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 4. ദി അപ്രോക്സിമേറ്റ് ഡെപ്ത് ഓഫ് an ocean is 2700 meter. The compressibility of water 45.4 × 10⁻⁻11. The density of water. What is the fractional compression of water will be obtained at the bottom of the ocean? നമുക്കറിയാം ബൾക്ക് മോഡുലസുമായിട്ട് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് that is equal to the pressure division by that delta V by V. So that is said to be the fractional compression of volume. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ഇൻ മോഡുലസ് വി ക്യാൻ സേ that pressure, that is H rho G, that division by that bulk modulus. പക്ഷെ നമുക്കറിയാം 1 / bulk modulus is called the compressibility. So CH rho into G. So that is the concept there. അപ്പോൾ ഇവിടെ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് 45.4 × 10⁻⁻11 into the height as 2.7 × 10³ into that density as 10³ into 10g. So on solving, we get the value as 1.22 into 10⁻⁻2 and we get B as the answer. So ആ ഇക്വേഷൻ വളരെ മനോഹരമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. Number 5. In rising from the bottom of a lake to the top, the temperature of an air bubble remains unchanged, but its diameter gets doubled. If H is the barometric height expressed in meter of mercury of relative density rho, at the surface of the lake, the depth of the lake is. അപ്പോൾ സർഫസിലെ പ്രഷർ നമുക്കറിയാം, ബാരോമീറ്റർ ആണ് അത് യൂസ് ചെയ്യുന്നത് ടു മെഷർ ഇറ്റ്. അപ്പോൾ അത് പറയുകയാണ് എച്ച് ദ ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി റോ ആണെങ്കിൽ സോ മച്ച് ഹൈറ്റ്, സോ ഹൈറ്റ് ഓഫ് ദ ഇൻ മീറ്റർ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ഇപ്പോൾ ബോട്ടത്തിൽ നിന്ന് ഇപ്പം നമ്മുടെ ലേക്കാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ആ റേഡിയസ് ഇരിക്കുന്ന ബബിള്
ടോപ്പിലേക്ക് എത്തിയപ്പോൾ ഇറ്റ്സ് റേഡിയസ് ബിക്കം ഡബിൾ എന്നാണ് പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യതയോടെ പറയാൻ പറ്റും പ്രഷർ ഇൻ ടു വോളിയം P1 V1 ഷുഡ് ഈക്വൽ ടു P2 V2. അപ്പോൾ നമുക്ക് P1 എന്ന് പറയുന്നത് ബോട്ടം കേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഹൈറ്റ് ഡെപ്ത് എച്ച് ഡാഷ് ആണെങ്കിൽ എച്ച് ഡാഷ് റോ ഇൻ ടു ജി. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇൻ ടു വോളിയം നമുക്ക് ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് ആറായിട്ടാണ് ഇവിടെ പറയുന്നത്. സോ 4/3 പൈ ആർ ക്യൂബായിട്ട് നമുക്ക് എടുക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലാണ് അല്ലേ, അപ്പോൾ അപ്പർ ലെവലിലാണ്. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇൻറ്റു അവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ റേഡിയസ് ഡബിൾ ആറായിട്ട് മാറി എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ 4/3 പൈ ക്യൂബ് ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ ഇത് 2 ക്യൂബ് 8 ആയിട്ട് മാറുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് P0 പ്ലസ് എച്ച് ഡാഷ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഡെപ്താണ്. റോ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു വാട്ടറിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് സേ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു യെസ് P0 ഇൻറ്റു 8 ആയിട്ട് നമുക്ക് പറയാം. യെസ്, സോ നമുക്ക് എച്ച് ഡാഷ് ഇൻറ്റു ജി എന്ന് പറയും. എച്ച് ഡാഷ് എന്ന് പറയുന്നത് സോ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു P0 8 മൈനസ് ഈ P0യെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ അത് 7 P0 ആയിട്ട് മാറി. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് P0യുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ P0 അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അത് നമുക്ക് എച്ച് റോ ജി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എച്ച് ഡാഷ് ഇൻറ്റു ജി യെസ്, അപ്പോൾ നമുക്ക് ജി ക്യാൻസലാക്കി നമുക്ക് മാറ്റുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് ഹൈറ്റ് എത്രയെന്ന് പറയാൻ പറ്റും, 7 റോ എച്ച് മീറ്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. സോ ബി എസ് ദി ആൻസർ. So we can move with the question number 6. The compressibility of water is 4 into 10 to the power of minus 5 per unit atmospheric pressure. The decrease in volume of 100 cm³ of water under a pressure of 100 atmosphere will be. അവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ റിലേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. That bulk modulus is equal to pressure division by delta V by V. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് മാറ്റിയാൽ ഡെൽറ്റ വി is equal to V into P, the division by that bulk modulus. That 1 by B is the compressibility. So we can easily substitute as P that VP into C. So അതിൻ്റെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്തി കഴിഞ്ഞാൽ ലുക്ക് ദാറ്റ് വോളിയം ദാറ്റ് ഈസ് 100 cm³. സോ 100 ഇൻറ്റു 10 to the power of minus 6 ഇൻറ്റു അവിടെ തന്നിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 100 atmosphere ആണ്. കംപ്രസിബിലിറ്റി പെർ യൂണിറ്റ് അറ്റ്മോസ്ഫിയറിലായതുകൊണ്ട് നമുക്ക് യൂണിറ്റ് മാറ്റേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഗിവൺ ആസ് 4 into 10 to the power of minus 5. On solving, we get the value as 4 into 10 to the power of minus 7 into that much meter cube. So that is equal to 0.4 centimeter cube. So we can take A as the answer. See the move with the question number 7. A small hole of area cross section 2 mm square is present near the bottom of a fully filled open tank of height 2 meter. The rate of flow of water through the open hole would be nearly. ഇപ്പോൾ ബോട്ടത്തിലാണ് നമുക്ക് ഹോള് തന്നിരിക്കുക. അപ്പം അവിടെ 2 മീറ്റർ ഹൈറ്റിലുള്ള ലിക്വിഡ് ഉണ്ട്. ഇവിടെ നിന്ന് വരുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ, ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ്, ദാറ്റ് മീൻസ് ദ വോളിയം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടുത്തെ ഏരിയ ഓഫ് ദ ഒറിഫിസ് ഇൻ ടു ദാറ്റ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് നമുക്കറിയാം. അവിടുത്തെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് √2gh ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. സോ ഇനി കൃത്യതയോടെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
A0 എന്ന് പറയുന്നത് it is given as is equal to 2 into 10 to the power of minus 6. Substitution ഓർക്കണേ, 2 into that 10 into the height is given as 2. So that is equal to 2 into 10 to the power of minus 6 into 2 root 10. On solving, we get the value as 12.65 into 10 to the power of minus 6. So we can take A as the answer for the question. For 8, a wind with a speed of 40 meters per second blows parallel to the roof of a house. The area of the roof is 250 meters square. Assuming that the pressure inside the house is atmospheric pressure, the force exerted by the wind on the roof and the direction of force will be. The density of air is taken as 1.2. അപ്പോൾ നമ്മുടെ ഒരു റൂഫിൻ്റെ കൺസെപ്റ്റ് ഇതാണെന്നിരിക്കട്ടെ, സേ ലൈക്ക് ദിസ് വൺ. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു വെരി ഹൈ വെലോസിറ്റി ഇങ്ങനെ മൂവ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇത് സെക്കൻഡ് കേസായിട്ട് എടുത്താൽ, ഇൻസൈഡ് 1 ആയിട്ട് എടുത്താൽ, ഒരേ ഹൈറ്റിലുള്ള കൺസെപ്റ്റിൽ നമ്മുടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻസൈഡ് ഇറ്റ് ഈസ് ഗിവൻ ആസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടത്തത് നമുക്ക് സോഹിയ P2 എന്നുള്ള കൺസെപ്റ്റിൽ പ്രഷർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഇൻസൈഡ് ദ ഹൗസ് വി ക്യാൻ സേ P0 പ്ലസ് അവിടുത്തെ വെലോസിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് റോ കൈനറ്റിക് എനർജി ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഏറ്റവും മുകളിലുള്ളത് P2 പ്രഷർ പ്ലസ് ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ. നമുക്കറിയാം ഇൻസൈഡ് എയറിൻ്റെ മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്കതിനെ കളയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രധാനപ്പെട്ട ഫോഴ്സാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വെലോസിറ്റി കൂടുതലാകുമ്പോൾ അവിടുത്തെ പ്രഷർ കുറവായിരിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ നിന്ന് ഉള്ള പ്രഷർ കൂടുതലാവുകയും അപ്വേർഡായിട്ടുള്ളൊരു ത്രസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് P0 മൈനസ് P2, സോ ദാറ്റ് ഈസ് ദ പ്രഷർ ദയർ, നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ നമുക്കറിയാം ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, ഫോഴ്സ് ഡിവിഷൻ ബൈ ഏരിയ ആയി മാറി. സോ എല്ലാ ടേമും നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ ദാറ്റ് ഫോഴ്സ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എന്താണ് ഡെൻസിറ്റി ഓഫ് എയർ 1.2 ആണ്. വെലോസിറ്റി നമുക്ക് 40 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 250 ആണ്. സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 2.4 ഇൻറ്റു 10 to the power of 5 that is acting in the upward direction. So that is very important. We get the choice as B. We can move with the question number 9. A cylindrical tube of a spray pump has a radius capital R, one end of which has n fine holes, each of got a smaller radius. If the speed of the liquid in the tube is capital V, the speed of ejection of the liquid through the holes is. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫോർ ദ 2 കേസസ് A1 V1 ഷുഡ് ഈക്വൽ ടു A2 V2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി V ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് n ഫൈൻ ഹോൾസ് ആയിട്ടാണല്ലേ. അപ്പോൾ n ഇൻറ്റു ഓരോന്നിൻ്റെയും ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഓരോന്നിൻ്റെയും വെലോസിറ്റി നമുക്ക് V1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് എജക്ഷൻ ത്രൂ ദ ഹോൾ V1 എന്ന് പറയുന്നത് യെസ് VR സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് n ഇൻറ്റു ആർ സ്ക്വയർ ആയിട്ട് മാറുന്നു. So we can take the first one as the answer. So we can move with the question number 10. Look, a fluid is in streamline flow across a horizontal pipe of variable area of cross section. For this, which of the statement is correct? Velocity is minimum at the narrowest, the pressure is minimum at the widest. അങ്ങനെയുള്ള ചോയ്സസ് ആണ്.
അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമുക്കറിയാം എ ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്, നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി ദാറ്റ് ഈസ് എ പ്രപ്പോർഷണൽ ടു 1/v. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയ കുറയുന്നിടത്ത് എന്ന് പറയുമ്പോൾ നാരോ ആയിട്ടുള്ള ട്യൂബിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. അത് P+12ρv² എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ ഉറപ്പിക്കാം അവിടെ പ്രഷർ കുറവായിരിക്കും. ഈ രണ്ട് കൺസെപ്റ്റ് വെച്ച് വി ക്യാൻ മൂവ് ആൻഡ് സി. അവിടെ നമുക്ക് നോക്കുമ്പോൾ ഉറപ്പിച്ചു വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ദ പൈപ്പ് അല്ലേ. അപ്പോൾ കാരണം നമുക്ക് ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇനി വെലോസിറ്റി കൂടുന്നിടത്ത് എന്തായിരിക്കും? പ്രഷർ മിനിമം ആയിരിക്കും. സോ വി ക്യാൻ സേ പ്രഷർ ഈസ് മാക്സിമം അറ്റ് ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ പൈപ്പ്. വൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യതയോടെ ഒരു കാര്യം പറയാൻ പറ്റും, ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ അവിടെ നമുക്ക് വെലോസിറ്റി കുറയും. അപ്പോൾ വെലോസിറ്റി കുറയുന്നിടത്ത് പ്രഷർ എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. Two small spherical metal balls having equal masses are, അപ്പോൾ അവർ രണ്ടുപേരുടെയും മാസ് സെയിം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. മെയ്ഡ് ഓഫ് ദ ഫ്രം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഓഫ് ഡെൻസിറ്റി ρ1 and ρ2. So ρ1 is given as 8 times of ρ2 and have radii 1 mm and 2 mm respectively. They are made to fall vertically from rest in a viscous medium whose coefficient of viscosity equals eta and whose density is, but density for the liquid it is 0.1 ρ2. The ratio of their terminal velocities. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുടെ റിലേഷനാണ്. വി നോ ദ കൺസെപ്റ്റ് ആസ് ഈക്വൽ ടു 2/9 into rho minus sigma that into r² g division by eta. ഓർക്കണം, മീഡിയത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബോളിൻ്റെ റേഡിയസ് ആണ്, അതിൻ്റെ ഡെൻസിറ്റിയാണ്, ഇത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ വേരിയബിളായിട്ട് വരുന്നത്, ഇപ്പോൾ മീഡിയം എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണ്, റേഡിയസും ഈ ഡെൻസിറ്റി ഫാക്ടറുമാണ് വ്യത്യാസപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ദ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റോ മൈനസ് സിഗ്മ ഇൻ ടു r². സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദെയർ. അങ്ങനെ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഫോർ ദ ടു കേസസ് വി ക്യാൻ റൈറ്റ് എസ് v1/v2 is equal to that ρ1 minus sigma into r1² by that ρ2 minus sigma into r2². അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ρ1 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 8 ρ2 ആണ്. ദാറ്റ് സിഗ്മ എന്ന് പറയുന്നത് 0.1 ρ2 ആണ്. ദാറ്റ് ഇൻറ്റു r1 എന്ന് പറയുന്നത് 1 mm² ആണ്. ദ ഡിവിഷൻ ബൈ ദാറ്റ് വീണ്ടും ρ2 ആണ് രണ്ടാമത്തെ ഡെൻസിറ്റി, മീഡിയത്തിൻ്റെ ഡെൻസിറ്റി 0.1 ρ2 ആണ്, നമ്മുടെ സെക്കൻഡ് റേഡിയസ് എന്ന് പറയുന്നത് 2 ആണെന്നാണ് തന്നിരിക്കുക. അപ്പോൾ 8 ρ2 മൈനസ് 0.1 ρ2, ആ ρ2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8 മൈനസ് 0.1 ദാറ്റ് ഈസ് 7.9 ഡിവിഷൻ ബൈ 1 minus 0.1, so that is equal to 0.9 into 1/4. So that is equal to 7.9 division by 3.6. So that is equal to 79.36. So that is the answer. So we can code A as the answer. Number 12. A small sphere of radius r falls from rest in a viscous liquid. As a result, heat is produced due to viscous force. The rate of production of heat when the sphere attains its terminal velocity is proportional to. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. സോ ഹീറ്റ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ടൈം നമുക്ക് സിമ്പിളായിട്ട് അതിനെ പവർ എന്ന് വിളിക്കാം. സാധാരണ റിലേഷൻ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6π∗r × v. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P. അവിടെ നമ്മൾ ഓർമ്മയിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് പവർ പ്രൊപ്പോർഷണൽ ടു r × v². നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്
2 by 9 into that rho minus sigma r square g by eta. അവിടെയും v പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നമുക്ക് എടുക്കുമ്പോൾ യെസ് വി ക്യാൻ സേ ദാറ്റ് r into r raised to 4, so the power proportional to the heat production per second എന്ന് പറയുന്നത് റേഡിയസ് റൈസ് ടു 5-ന് പ്രപ്പോർഷണൽ ആണ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റൂ. The terminal velocity of a small steel ball of radius r falling under gravity through column of a viscous liquid coefficient of viscosity eta depends on mass of the ball m, acceleration due to gravity g, the coefficient of viscosity eta and to radius r. Which of the following relations is dimensionally correct? സോ നമുക്ക് ട്രയൽ ആൻഡ് എറർ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഡെറിവേഷൻ കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 4 ഫാക്ടറിലേക്ക് അത് ഡിപ്പെൻഡബിൾ ആയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ ആൻഡ് എറർ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് സി. സോ വി ക്യാൻ പ്രൂവ് ഇറ്റ് ആറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസിയോടെ LT⁻⁻1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു ജി ഡിവിഷൻ ബൈ ആർ ഈറ്റയുടെ ഡയമെൻഷൻ എന്താണ്? എം ഇൻറ്റു ദ ഡയമെൻഷൻ ഓഫ് ജി എസ് LT⁻2 ബൈ ആർ ഇൻറ്റു ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ML⁻1 T⁻1. സോ എം ക്യാൻസൽ ആണ്. ദറ്റ് ആറിന് പകരം നമുക്ക് എൽ എന്ന് എഴുതാം. എൽ ക്യാൻസൽ ആണ്. സോ എൽ നമ്മൾ മുകളിലോട്ടെത്തി. ദറ്റ് T⁻1 again. So we get a C as the answer. Number 14. 2020 ചോദിച്ച കൺസെപ്റ്റ് ആണ്. A capillary tube of radius r is immersed in water and water rises in it to a height h. The mass of water in the capillary is 5 gram and another capillary tube of radius 2r is immersed in water. The mass of water and that will rise in this tube is. അപ്പോൾ നമുക്കറിയാം കാപ്പിലറി റൈസ് ട്യൂബിൻ്റെ റേഡിയസ് ആറും വാട്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ചുമാണെങ്കിൽ നമുക്കറിയാം ദ സൂറിൻസ് ലോ എന്ന് പറയുന്നത് H ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇനി ഇപ്പോൾ ഏരിയ ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബാണെങ്കിൽ അതിൽ റൈസ് ചെയ്ത മാസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? മാസ് എന്ന് പറയുമ്പം ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ് അല്ലേ. അപ്പോൾ πr² ഇൻറ്റു H എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ തന്നെ നമുക്കറിയാം ദറ്റ് സോ മാസ് പ്രപ്പോർഷണൽ ആകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് r² ഇൻറ്റു H ആണ്. പക്ഷേ H ഇവിടെ നിന്ന് നമുക്ക് 1/r ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ 1/r ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് അവൻ്റെ റേഡിയസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ 2 സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ M2/M1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് R2/R1 ആയിട്ട് നമുക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ M2 എന്ന് പറയുന്നത് R2/R1 ഇൻറ്റു M1 ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R2 എന്ന് പറയുന്നത് ഡബിൾ R ആയിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഡബിൾ M ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഗ്രാം ആയിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ ആൻസർ ആസ് 10 ഗ്രാം. കാരണം ആദ്യത്തെ കേസ് 5 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്പർ 15. A soap bubble having radius 1 mm is blown from a detergent solution having a surface tension of 2.5 into 10 to the power of -2. The pressure inside the bubble equals to Z0 below the free surface of water in a container. We have to find the value of Z0. നമുക്കറിയാം the excess pressure inside the bubble is nothing but equal to 40 division by R. Excess pressure എന്ന് പറയുമ്പോൾ pressure inside minus pressure outside, that is atmosphere എന്ന് പറയുന്നതാണ് 40/R എന്ന് പറയുക. So അപ്പോൾ the pressure inside we can write it to be equal to P0 plus 40/R. അപ്പോൾ ഈ pressure inside എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഇപ്പോൾ എത്ര ഡെപ്തിലുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. എത്ര ഡെപ്താണ്? Z0. സോ വി ക്യാൻ റൈറ്റ് ടു ബി ദാറ്റ് Z0 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഈക്വൽ ടു P0 പ്ലസ് 40/R. P0 ക്യാൻസലാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത്
Z0 ആണ് അല്ലേ. അപ്പോൾ Z0 എന്ന് പറയുന്നത് 4 ഇൻറ്റു ടി. ടി എത്രയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്? 2.5 into 10 to the power of minus 2. The division by that radius. So that is equal to 1 millimeter into that 10 cube into t. That is 10 to the power of 4. On solving, we get the value as 10 to the power of minus 2 meter, or we can say that 1 centimeter. So we can say C as the answer. So we can move with the next one, number 16. Water rises to a height h in a capillary tube. If the length of the capillary tube above the surface of water is made less than h, അപ്പോൾ നമുക്ക് സാധാരണ രൂപത്തിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 10 മില്ലിമീറ്റർ ഹൈറ്റിലേക്ക് പൊങ്ങി എന്നിരിക്കട്ടെ. പക്ഷെ ആ ട്യൂബിനെ നമ്മളൊരു 8 മില്ലിമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ ഫൗണ്ടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ മെനിസ്കസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൈലബിൾ ആകുന്ന ഹൈറ്റ് വരെ മാത്രമേ ലിക്വിഡ് പൊങ്ങൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ we can say the water rises up to the top of the capillary tube and stays there without overflowing top and stays there. So we can take that A as the choice. Then we can move to the next one, number 17. A certain number of spherical drops of a liquid of radius r coalesce to form a single drop of radius capital R and to volume V. If T is the surface tension of liquid, then അപ്പം സ്പെറിക്കൽ ഡ്രോപ്സ് ഒരുമിച്ച് ഒരു ബിഗറായിട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് വാട്ടറിൻ്റെ സർഫസ് ഏരിയ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ അത് ബിഗർ വണ്ണിനേക്കാൾ കൂടുതലായതുകൊണ്ട് എനർജി എന്ന് പറയുന്നത് റിലീസ്ഡ് ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് റേഡിയസ് ഓഫ് ദ ബിഗർ വണ്ണും സ്മാളുമായിട്ട് ആദ്യം ഒന്ന് ലിങ്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ പറയുന്നത് 4/3 പൈ ആർ ക്യൂബാണ് ബിഗർ വണ്ണിൻ്റെത്. അത് നമ്മുടെ വോളിയം കൺസർവേഷൻ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് ആർ ക്യൂബാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നിന് പകരമായിട്ട് ആർ ക്യൂബ് ഡിവിഷൻ ബൈ സ്മോൾ ആർ ക്യൂബ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ദ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ എനർജി റിലീസ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സർഫസ് ടെൻഷൻ ഇൻറ്റു ദറ്റ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു 4 പൈ സ്മോൾ ആർ സ്ക്വയർ. നമുക്ക് 4 പൈ ടി നമുക്ക് പുറത്തെടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എന്നിന് പകരം ആർ ക്യൂബ് മൈനസ് സ്മോൾ ആർ ക്യൂബ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു ആർ ക്യൂബിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടും. ഒരു ആർ ക്യൂബ് വരുമ്പോൾ ഇവിടെ നമുക്ക് 1/r ആയിട്ട് അത് മാറും. ദറ്റ് മൈനസ് 1/r. സോ ഇത് വോളിയം എന്നൊരു കൺസെപ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 3VT ഇൻറ്റു 1/r മൈനസ് 1 സ്മോൾ ആർ. എനർജി റിലീസ്ഡ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സ്മോൾ ആർ ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് തിരിച്ച് കൺസിഡർ ചെയ്യാം. സോ 3VT ഇൻറ്റു 1/r മൈനസ് 1/r. So that is the released energy. So we can quote C as the answer for the problem. So we can move with the question number 18. The wettability of a surface by a liquid depends primarily on. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അദസീവ് ഫോഴ്സ് ആണ്. അതിന് മോർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സി ചോയ്സ് പറയാം. ആംഗിൾ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ലിക്വിഡ്. The next one, number 19. The angle of contact between pure water and pure glass. So that is treated as 0 degree. അപ്പോൾ സാധാരണ ഇംപ്യൂർ വാട്ടർ ആണെങ്കിൽ അതൊരു 8 ഡിഗ്രി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർ വാട്ടർ ആണെങ്കിൽ നമുക്ക് 19 ഡിഗ്രി ആയിട്ട് പറയാൻ പറ്റും. സോ നമ്മുടെ ഓൾ ഇന്ത്യ PMT തുടങ്ങി നീറ്റ് വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ ഡിസ്കസ് ചെയ്തു. Keep in mind that properties of fluids are introduced around 2013 എന്നൊക്കെ പറയുന്ന ഇയർ വന്നപ്പോഴാണ്. അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്.
Try to do maximum MCQs, then you can get maximum score. Take care. God bless you.